എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് ഇംഗ്ലീഷിൻ്റെ വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് GK പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത് ഇംഗ്ലീഷും. സോ നമുക്കിന്ന് ഇംഗ്ലീഷിൻ്റെ വീഡിയോസാണ്. ഞാനിതിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അനോണിയംസ്, സിനോണിയംസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ SSCയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ വേർഡ്സും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു ബിഹേവ്സ് ഇൻ എ സ്ട്രേഞ്ച് ഓർ അൺയൂഷ്വൽ വേ. അൺയൂഷ്വൽ ആയിട്ടോ, സ്ട്രേഞ്ച് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ക്രേസി ബിഹേവിയർ ഉള്ള ഒരു പേഴ്സണെയാണ് എന്ത് വിളിക്കുന്നത്? എക്സെൻട്രിക്. ഓക്കെ, എക്സെൻട്രിക് മീൻസ് എ പേഴ്സൺ ഹു ബിഹേവ്സ് ഇൻ എ സ്ട്രേഞ്ച് ഓർ അൺയൂഷ്വൽ ആയിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളെയാണ് എന്ത്? എക്സെൻട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സെൻട്രിക്. നമുക്ക് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് കൂടി നോക്കാം. ഓക്കെ, വാട്ട്സ് ആൻ ഈഗോയിസ്റ്റിക് പേഴ്സൺ? ഈഗോയിസ്റ്റിക് എന്താണ്? എ പേഴ്സൺ ഹു തിങ്സ് മെയിൻലി അബൌട്ട് ദംസെൽസ് ആൻഡ് ദെയർ ഓൺ ബെനിഫിറ്റ്. അവനവൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് ആര്? ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആൾട്രൂയിസ്റ്റ്. വാട്ട് ഈസ് ആൾട്രൂയിസ്റ്റ്? ആൾട്രൂയിസ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു കെയർസ് അബൌട്ട് അതേഴ്സ് ആൻഡ് ഹെൽപ്സ് ദം സെൽഫ്ലെസ്ലി. ഓക്കെ, ബാക്കിയുള്ളവരെയും കൂടി കെയർ ചെയ്യുന്ന, ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യുന്ന, സെൽഫ്ലെസ്ലി, സ്വന്തം കാര്യം നോക്കാതെ ബാക്കിയുള്ളവരെയും കൂടി കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ത് പറയുന്നത്? ആൾട്രൂയിസ്റ്റ് പേഴ്സൺ. ഓക്കെ, ആൾട്രൂയിസ്റ്റ് പേഴ്സൺ. ദെൻ വാട്ട്സ് ആൻ ഒപ്റ്റിമിസ്റ്റ്? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു എക്സ്പെക്ട്സ് പോസിറ്റീവ് ഓർ ഗുഡ് റിസൾട്ട്സ്. ഓക്കെ, ശുഭപ്രതീക്ഷയുള്ള ഒരു മനുഷ്യനാണ്. എന്താണ്? എന്തെങ്കിലും പോസിറ്റീവായിട്ട്, എപ്പോഴും പോസിറ്റീവായിട്ടൊരു കാര്യത്തെ എടുക്കുന്ന ആളാണ് ആര്? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ അനോണിയമാണ് എന്ത്? പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ആണ്, അനോണിയമാണ് എന്ത്? പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. പെസിമിസ്റ്റ് മീൻസ് എ പേഴ്സൺ ഹു എക്സ്പെക്ട്സ് നെഗറ്റീവ് ഓർ ബാഡ് റിസൾട്ട്സ്. ഓക്കെ, എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളുകളല്ലേ നമ്മൾ പറയില്ലേ, അപ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കുന്നവർ, നെഗറ്റീവായിട്ട് ബാഡ് റിസൾട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്ത്? പെസിമിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഓൾസോ ആംബിവേർട്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സ് ആണ് ഇപ്പോൾ ഇത്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ എലോൺ ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇൻട്രോവേർട്ട്. അതുപോലെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന, എപ്പോഴും പുറത്ത് പോകാനും പുറത്ത് ബാക്കിയുള്ളവരുമായിട്ട് സഹകരിച്ച് പോകാനും എല്ലാം താല്പര്യം കാണിക്കുന്ന ഒരാളാണ് ആര്? എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ആംബിവേർട്ട് എന്താണ്? എ പേഴ്സൺ ഹു ഹാസ് ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ഓക്കെ, അല്ല ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടും അല്ല എന്നാൽ എക്സ്ട്രോവേർട്ടും അല്ല. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. ആ രണ്ട് പേഴ്സണാലിറ്റീസും ഉള്ള ഒരാളാണ് എന്ത്? ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. എന്താണ് ഫിലാന്ത്രോപ്പിസ്റ്റ്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഡൊണേറ്റ്സ് മണി ഓർ ഹെൽപ്സ് സൊസൈറ്റി ജനറസ്ലി. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞൊരു വേർഡ് ആയത് ആൾട്രൂയിസ്റ്റ് വേർഡ് പോലെ തന്നെ, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ഡൊണേറ്റ്സ് മണി ഓർ ഹെൽപ്പ് സൊസൈറ്റി ജനറസ്ലി. ജനറസ് ആയിട്ട് വിത്ത് പ്യുവർ ഇൻറ്റൻഷൻസോടുകൂടി സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്ത്? ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, ഫിലാന്ത്രോപ്പിസ്റ്റ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് നാർസിസിസ്റ്റ്? നമുക്കറിയാം നാർസിസിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹൂസ് ഓവർലി അഡ്മയറിങ്, സെൽഫ് അഡ്മയറിങ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, എപ്പോഴും സ്വന്തമായിട്ട് പൊക്കിപ്പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് പൊക്കിപ്പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ആര്? നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വന്തമായിട്ട് പൊക്കിപ്പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണ് നാർസിസിസ്റ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ മിസർ. മിസർ എന്താണ്? എ പേഴ്സൺ ഹൂസ് എക്സ്ട്രീംലി അൺവില്ലിങ് ടു സ്പെൻഡ് മണി. മിസർ എന്താണ്? എ പേഴ്സൺ ഹൂസ് എക്സ്ട്രീംലി അൺവില്ലിങ് ടു സ്പെൻഡ് മണി. ഓക്കെ, പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ത് പറയുന്നത്? മിസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേർഡ്സ് എല്ലാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത് വേണ്ടാന്ന് വെച്ച് മാറ്റി വെക്കരുത്. ഇന്നത്തെ മാത്രം നോക്കാമെന്ന് വിചാരിക്കരുത്. ഈ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനിത് ഇടുന്നത് തന്നെ ആക്ച്വലി ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും അതുപോലെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള വേർഡ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു റൈറ്റ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ ആൻഡ് ഡെക്കറേറ്റീവ് ഹാൻഡ് റൈറ്റിംഗ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്ന ആൾക്കാർ എന്താ പറയുന്നത്? കാലിഗ്രഫേഴ്സ്. ഓക്കെ, എന്താണ്? കാലിഗ്രഫേഴ്സ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാലിഗ്രഫീസ് ഒക്കെ ഉണ്ട് അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? കാലിഗ്രഫർ. ഓക്കെ, സോ നമുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. കാർട്ടോഗ്രഫർ എന്താണ്? കാർട്ടോഗ്രഫർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഡ്രോസ് ഓർ മേക്സ് മാപ്സ്. ഓക്കെ, മാപ്സ് വരയ്ക്കുന്നു. ഓക്കെ, ഇത് ചോദിക്കുന്നതാണ്. മാപ്സ് വരയ്ക്കുന്ന ആൾക്കാർ എന്താ പറയുക? ദേ ആർ കോൾഡ് ആസ് കാർട്ടോഗ്രഫേഴ്സ്. എന്താ വിളിക്കുന്നത്? കാർട്ടോഗ്രഫേഴ്സ്. അതുപോലെ ക്രിപ്റ്റോഗ്രഫർ എന്താ? ക്രിപ്റ്റോഗ്രഫർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു റൈറ്റ്സ് ഓർ സോൾവ്സ് സീക്രറ്റ് കോഡ്സ്. നമുക്കറിയാം ക്രിപ്റ്റോ വേർഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സീക്രറ്റീവ് ഓർ ഹിഡൻ ആയിട്ടുള്ള ഒരു സീക്രറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോഗ്രഫർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു റൈറ്റ്സ് ഓർ സോൾവ്സ് സീക്രറ്റ് കോഡ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത്? ക്രിപ്റ്റോഗ്രഫേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലെക്സിക്കോഗ്രഫർ.
ലെക്സിക്കോഗ്രഫർ എന്താണ്? എ പേഴ്സൺ ഹു കമ്പയർസ് ഡിക്ഷണറീസ് എഴുതുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? ലെക്സിക്കോഗ്രഫർ. ഓക്കെ, ലെക്സിക്കോഗ്രഫർ എന്താണ്? ഡിക്ഷണറീസ്. ഓക്കെ, ലെക്സിക്കോഗ്രഫർ ഡിക്ഷണറീസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കാലിയോളജിസ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, അതൊരു റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ്. കാലിയോളജിസ്റ്റ് എന്ന് പറയുന്നത് കാലിയോളജിസ്റ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു സ്റ്റഡീസ് ഹാൻഡ് റൈറ്റിംഗ്സിനെ പറ്റി പഠിക്കുന്ന ആളാണ് എന്ത്? കാലിയോളജിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഈസ് സ്ക്രൈബ്. എ പേഴ്സൺ ഹു കോപ്പീസ് ഓർ റൈറ്റ്സ് ഡോക്യുമെന്റ്സ് ബൈ ഹാൻഡ്. ഓക്കെ, നമുക്കറിയാം സ്ക്രൈബ് നമ്മൾ എക്സാംസിനൊക്കെ വെക്കാറുണ്ട്. നമുക്ക് എന്താണ് നമ്മൾ പറയുന്ന കാര്യം അയാൾ കൈകൊണ്ട് എഴുതുന്നു. ഓക്കെ, ഹു കോപ്പീസ് ഓർ റൈറ്റ്സ് ഡോക്യുമെന്റ്സ് ബൈ ഹാൻഡ്സ്. ഒരിടത്തു നിന്ന് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ എഴുതുന്ന ആളെയാണ് എന്ത്? സ്ക്രൈബ് എന്ന് പറയുന്നത്. സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മീനിങ് ഓഫ് ദി വേർഡ് ബെനവോലന്റ്. ബെനവോലന്റ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് എ പേഴ്സൺ ഹൂസ് കൈൻഡ്, ജനറസ് ആൻഡ് വാണ്ട്സ് ടു ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, കൈൻഡ് ആയിട്ടുള്ള, ജനറസ് ആയിട്ടുള്ള, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബെനവോലന്റ്. ഓക്കെ, അപ്പോൾ ബെനവോലന്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂസ് കൈൻഡ്, ജനറസ് ആൻഡ് വാണ്ട്സ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഏത് വേർഡാണ്? മെലേവോലന്റ്. ഓക്കെ, മെലേവോലന്റ് മീൻസ് എ പേഴ്സൺ ഹു വിഷസ് ടു ഹാം അതേഴ്സ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഹാം വിഷ് ചെയ്യുന്ന ഒരാളാണ് ആര്? മെലേവോലന്റ്. ഓക്കെ, മെലേവോലന്റ്. അപ്പൊ ബെനവോലന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് കൈൻഡ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? ബെനവോലന്റ്. എന്നാൽ മെലേവോലന്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു വിഷസ് ഹാം ടു അതേഴ്സ്. ഓക്കെ, ഹു വിഷസ് ഹാം, ബാക്കിയുള്ളവർക്ക് ഹാം വിഷ് ചെയ്യുന്ന ഒരാളാണ് ആര്? മെലേവോലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ചൂസ് ചെയ്യാനാണ്. നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രറ്റ്യൂട്ടസിന്റെ ആണ്. ഓക്കെ, ഗ്രറ്റ്യൂട്ടസ് വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ചൂസ് ചെയ്യാനാണ്. നമുക്ക് ആദ്യം ഗ്രറ്റ്യൂട്ടസിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് സംതിങ് ഗിവൺ ഫ്രീ ഓഫ് കോസ്റ്റ് ഓർ അൺനെസസറി വിത്തൗട്ട് എ റീസൺ. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിനാണ് എന്ത്? ഗ്രറ്റ്യൂട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്തൗട്ട് എ റീസൺ, എന്തെങ്കിലും ഗിവൺ ഫ്രീ ഓഫ് കോസ്റ്റ് വിത്തൗട്ട് എ റീസൺ ആണ് എന്ത്? ഗ്രറ്റ്യൂട്ടസ് എന്ന് പറയുന്നത്. നോക്കൂ, ഗ്രറ്റ്യൂട്ടസിന്റെ സ്പെല്ലിംഗ് നോക്കൂ. GRATUITOUS. ഓക്കെ, ഗ്രറ്റ്യൂട്ടസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഐ തിങ്ക് യെസ്, ഗ്രറ്റ്യൂട്ടസ് ആണ്. ഇറ്റ്സ് GRATUI ആണ്. ഓക്കെ, TUITOUS. ഞാൻ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. അക്കോമഡേഷൻ്റെ സ്പെല്ലിംഗ് നോക്കിയേ, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. അക്കോമഡേഷനിൽ 2 സിയും ഉണ്ട്, അതുപോലെ തന്നെ 2 എമ്മും ഉണ്ട്. ഓക്കെ, അക്കോമഡേഷനിൽ 2 സിയും വരുന്നുണ്ട്, 2 എമ്മും വരുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റിസീവ് ആണ്. റിസീവ് നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരാറ്? സി കഴിഞ്ഞിട്ട് EI ആണ്. ഓക്കെ, ആ ഓർഡർ ആണ്. ഓക്കെ, റിസീവ് നമ്മൾ ഓർത്തുള്ള ഓർഡർ തന്നെയാണ്, ABCD ആൽഫബറ്റിക്കൽ ഓർഡർ തന്നെയാണ്. E കഴിഞ്ഞിട്ടാണ് I വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് സെപ്പറേറ്റ്. അത് ആക്ച്വലി ഈസിയാണ്. SEPARATE. ഓക്കെ, SEPARATE. പ്രിവിലേജ് നമുക്കറിയാം, PRIVI ആണ്. ഓക്കെ, പ്രിവിലേജിന് PRIVILEGE ആണ്. ദെൻ ഡെഫിനറ്റ്ലി ഒക്കെ അത്യാവശ്യം ഈസി വേർഡ്സ് ആണ്. ഒക്കേർഡ് ആക്ച്വലി ഈസി വേർഡ് ആണ്. അതിലും ആക്ച്വലി 2 സിയും വരുന്നുണ്ട്, 2 R വരുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു R എന്ന് വിചാരിക്കും, 2 R വരുന്നുണ്ട്. ഇതിനാണ് ഒക്കേർഡിന് നമുക്ക് ഡബിൾ R വരുന്നുണ്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് കൺസെൻഷ്യസ്. ഓക്കെ, ഏതാണ്? കൺസെൻഷ്യസ് ആണ്. ആൻഡ് ലുക്ക്, കൺസെൻഷ്യസിന്റെ മീനിങ് എന്താണ്? എ പേഴ്സൺ ഹൂസ് വെരി കെയർഫുൾ, റെസ്പോൺസിബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ് ഇൻ ദർ ഡ്യൂട്ടീസ്. ഓക്കെ, വളരെ കെയർഫുൾ ആയിട്ടുള്ള, വളരെ കൺസൈസ് ആയിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? കൺസെൻഷ്യസ് എന്ന് പറയുന്ന പേഴ്സൺ. ഓക്കെ, കൺസെൻഷ്യസ്. അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിയേ, CONSCIENTIOUS. ഓക്കെ, TIOUS ആണ്. കൺസെൻഷ്യസ് മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് വെരി കെയർഫുൾ, റെസ്പോൺസിബിൾ ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, എ പേഴ്സൺ ഹൂ ഈസ് വെരി കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? കൺസെൻഷ്യസ്. ഓക്കെ, കൺസെൻഷ്യസ്. ദെൻ ദ നെക്സ്റ്റ് മിസ്റ്റീവിയസ്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ്. ഏത് വേർഡാണ്? മിസ്റ്റീവിയസ്. ലുക്ക്, മിസ്റ്റീവിയസ്, MISCHIE ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് തിരിയുന്നുണ്ട്. ഓക്കെ, മിസ്റ്റീവിയസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു തലതിരിഞ്ഞ പ്രവൃത്തി. ഓക്കെ, ഒരു തലതിരിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഇതിൽ നമുക്ക് തിരിയുന്നുണ്ട്. ഓക്കെ, MISCH കഴിഞ്ഞിട്ട് IE ആണ് മിസ്റ്റീവിയസ് വരുമ്പോൾ. IE ആൻഡ് VOUS, only VOUS, അത്രേ ഉള്ളൂ. ഓക്കെ, മിസ്റ്റീവിയസ്. Then the next word is bureaucracy. Bureaucracy നമുക്കറിയാം ഒരുപാട് വരുന്നതാണ്. ആൻഡ് ഓൾസോ അത് യൂസ്ഡ് വേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? BUREAU. വീണ്ടും യു വരുന്നുണ്ട്. BUREAU
ആൻഡ് CRACY. ഓക്കെ, ബ്യൂറോക്രസി. ദെൻ സൂപ്പർസീഡ്, ഈ വേർഡ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്, CEDE ആക്കാറുണ്ട് മിക്കവരും. സൂപ്പർസീഡ് എന്ന് പറയുന്നത് ടു റീപ്ലേസ് സംതിങ് ഓൾഡർ, എന്തെങ്കിലും പഴയതിനെ റീപ്ലേസ് ചെയ്യുന്നത്. നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം സൂപ്പർസീഡ് ചെയ്യുന്നു. ഓക്കെ, ഓർ ടു ടേക്ക് ദ പ്ലേസ് ഓഫ് സംതിങ്, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്ലേസ് നമ്മൾ സൂപ്പർസീഡ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ SED ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. SED ആണ് സൂപ്പർസീഡിൽ, സൂപ്പർ കഴിഞ്ഞിട്ട് SED ആണ് സൂപ്പർ. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ആണ്. ഇൻഡിസ്പെൻസിബിളിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ INDISPEN, എസ് കഴിഞ്ഞിട്ട് A ആണ്. ഓക്കെ, ഇൻഡിസ്പെൻസിബിൾ എബിൾ. ഓക്കെ, ഇപ്പോൾ ABLE ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റ്. ഇതും ചോദിക്കുന്നതാണ്, ബട്ട് നമുക്ക് അത്യാവശ്യം യൂസ്ഡ് ഒരു വേർഡാണ്. സോ നമുക്കറിയാം അക്നോളജ്മെൻറ്റ് സ്പെല്ലിംഗ് എന്താണ്? ACKNOWLE കഴിഞ്ഞ് D ഉണ്ട് കേട്ടോ, അക്നോളജ്മെൻറ്റ് എന്നാണ്, LEDGEMENT. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹറാസ് അറിയാം, SS ആണ്. ഓക്കെ, ഒരു ആറേ ഉള്ളൂ, ഹറാസിൽ ഒരു ആറേ ഉള്ളൂ, ആൻഡ് ലാസ്റ്റ് നമുക്ക് SS വരുന്നുണ്ട്. അപ്പോൾ ഹറാസിൽ HARASS വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺട്രപ്രണർ ആണ്. ഓൺട്രപ്രണർ നമുക്കറിയാം സ്പെല്ലിംഗ് എന്താണ്? ENTREPRENEUR ആണ് ഓൺട്രപ്രണർ. ഓക്കെ, ഇപ്പോൾ NEUR ആണ്, ആൻഡ് ENTREPRE. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ, ENTREPRE ആൻഡ് NEUR. ഓക്കെ, ഓൺട്രപ്രണർ. ഓക്കെ, ദെൻ കംസ് ലിയാസൺ. ഓക്കെ, ലിയാസൺ എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? കണക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ്. ഓക്കെ, രണ്ട് പീപ്പിൾ തമ്മിലുള്ള കണക്ഷനെയാണ്, അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ആക്ട്സ് എസ് എ ലിങ്ക് ബിറ്റ്വീൻ ടു പീപ്പിൾ, ഇവരാണ് നമ്മളെന്ത് ലിയാസൺ എന്ന് പറയുന്നത്. ഓക്കെ, ലിയാസൺ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവം, ഒരു കണക്ഷൻ, ഒരു ടു പീപ്പിൾ തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മളെന്ത് ലിയാസൺ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, LIAISON ആണ്. ഓക്കെ, LIA, ആ I നമ്മൾ രണ്ട് വേർഡിനും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി, LIAISON ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മില്ലേനിയം. മില്ലേനിയം എന്താണ്? MILLE, അതിൽ ഡബിൾ എല്ലും ഉണ്ട്, ഡബിൾ എന്നും ഉണ്ട്. മില്ലേനിയത്തിൽ ഡബിൾ എല്ലും ഉണ്ട്, ഡബിൾ എന്നും ഉണ്ട്. ഓക്കെ, മില്ലേനിയത്തിൽ ഡബിൾ എല്ലും ഉണ്ട്, ഡബിൾ എന്നും ഉണ്ട്. MILLENNIUM, MILLENNIUM. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിസ്ക് എന്ന വേർഡിൻ്റെ അനോണിയമാണ് കേട്ടോ ചോദിച്ചത്. ക്വസ്റ്റ്യൻ വാസ് അനോണിയം ഓഫ് ദി വേർഡ് ബ്രിസ്ക്. ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിസ്ക് മീൻസ് ആക്റ്റീവ്, സ്പീഡ് അല്ലെങ്കിൽ എനർജറ്റിക്, അതെ, ക്വിക്ക് ഇൻ മൂവ്മെൻറ്റ്സ്. ബ്രിസ്ക് ആയിട്ട് എന്തെങ്കിലും ബ്രിസ്ക്ലി ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും സ്പീഡിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്ത് ബ്രിസ്ക് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നോക്കി, ഇറ്റ്സ് ലെതാർജിക്. ഓക്കെ, ലെതാർജിക്കിൻ്റെ മീനിങ് നോക്കി, ലെതാർജിക് മീൻസ് ഫീലിംഗ് ടയേർഡ്, അല്ലെങ്കിൽ എനർജി ഇല്ലാത്ത, ലാക്കിംഗ് എനർജി ഇല്ലാത്ത, ടയേർഡ് ആയിട്ടുള്ളവരാണ് എന്ത് ലെതാർജിക് എന്ന് പറയുന്നത്. ഓക്കെ, എനർജി ഇല്ലാതെ ഫീലിംഗ് ടയേർഡ് ആണ് എന്ത് മീനിങ്സ്. ലെതാർജിക്കിൻ്റെ മീനിങ് എന്താണ്? ഫീലിംഗ് ടയേർഡ് ആണ്. അപ്പോൾ ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ട്, ക്വിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അനോണിയമായിട്ട് വരുന്ന ഏത് വേർഡാണ്? ഇറ്റ്സ് ലെതാർജിക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയസ്. ഓക്കെ, ഇൻഡസ്ട്രിയസ് എന്ന് പറയുന്നത് വർക്കിംഗ് ആയിട്ട്, ഡിലിജൻ്റ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ഓർ ഡിലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് ഇൻഡസ്ട്രിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയസ്, ഡിലിജൻ്റ് ആയിട്ടുള്ളവരാണ് ഇൻഡസ്ട്രിയസ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ അനോണിയം നോക്കി, ഇറ്റ്സ് ലേസി. ലേസി നമുക്കറിയാം, ലേസി ആയിട്ടുള്ള, ഓക്കെ, അൺവില്ലിങ് ടു വർക്ക് ആയിട്ട് ലേസി ആയിട്ടുള്ള പേഴ്സൺ ആണ് ലേസി. അപ്പോൾ ഏത് വേർഡ്? ഇൻഡസ്ട്രിയസ് മീൻസ് എന്താണ്? മീനിങ് നോക്കിക്കോളൂ. ഇൻഡസ്ട്രിയസ് മീൻസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡിലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇൻഡസ്ട്രിയസ് എന്ന് പറയുന്നത്. ഓക്കെ, പറയുന്നത് അജൈലാണ്. അജൈലിൻ്റെ മീനിങ് എന്താണ്? ഏബിൾ ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ഈസിലി, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്നൊക്കെ ഉള്ള മീനിങ്സ് ആണ് അജൈലിന് വരുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട്, ക്വിക്കായിട്ട് മൂവ് ചെയ്യുക, ഇതൊക്കെയാണ് അജൈൽ. ഞാൻ ആ ഒരു വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ അനോണിയംസും ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനോണിയമായിട്ട് ആക്ച്വലി ക്ലംസി ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അജൈലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ക്ലംസി ആണ്. ക്ലംസി എന്ന് പറഞ്ഞാൽ ഓക്വേർഡ്, ലാക്കിംഗ് കോർഡിനേഷൻ. ക്ലംസി പേഴ്സൺ നമ്മൾ പറയാറുണ്ടല്ലേ, എന്താ ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുക്കാത്തൊരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് നമ്മൾ ക്ലംസി പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലംസി മീൻസ് ഓക്വേർഡ് ആൻഡ് ലാക്കിംഗ് കോർഡിനേഷൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് വേർഡ് ഇസ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്താണ്? പ്രോംപ്റ്റും അത് തന്നെയാണ്, പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് ചെയ്യുക, അതിന് നമ്മൾ പ്രോംപ്റ്റ്, വിത്തൗട്ട് എനി ഡിലേ. ഓക്കെ, പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ച്വലി പ്രോംപ്റ്റ്. അതിൻ്റെ മീനിങ് ഒന്ന് നോക്കി വെച്ചേക്കുക. പ്രോംപ്റ്റ് മീൻസ് വിച്ച് ഇസ് ഡൺ ക്വിക്ക്ലി ആൻഡ് വിത്തൗട്ട് ഡിലേ ആണ്. അതിൻ്റെ അനോണിയമായിട്ട് ഡിലേഡ് വരും. ഓക്കെ, പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഡിലേ ഇല്ലാതെ ചെയ്യുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ എന്താ പറയുക? ഡിലേഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഡിയംസിൻ്റെ ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് നമുക്കിപ്പോൾ ഈ എക്സാമിന് ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതും അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. മീനിങ് ഓഫ് ദ ഇഡിയം
ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ. എന്താണ് ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ക്രിട്ടിസൈസ്, ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ക്രിട്ടിസൈസ് ഓർ ബ്ലെയിം സമ്മൺ. ഒരാളെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ. ആക്ച്വലി ഇതിൻ്റെ മീനിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ. ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ബിഫോർ യു ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ റിമെമ്പർ ദാറ്റ് യു ഓൾസോ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, അത് മനസ്സിലായില്ല. നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ്, നമ്മൾ ഒരാളെ ആദ്യം, അതായത് നമ്മളെ തിരുത്താതെ നമ്മൾ മറ്റൊരാളെ ഫസ്റ്റ് പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ക്യാസ്റ്റ് ദി ഫസ്റ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇഡിയം എന്ന് പറയുന്നത് ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു സേ സംതിങ് എക്സാക്ട്ലി റൈറ്റ്. പറയേണ്ടത് കറക്റ്റായിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് പറയുന്നതിനാണ് നമ്മൾ ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പിൽ ദ ബീൻസ്. നമുക്കറിയാം സ്പിൽ ദ ബീൻസ് എന്താ? ടു റിവീൽ എ സീക്രറ്റ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ എ സീക്രറ്റ്. ഒരു സീക്രറ്റ് അത് സ്പിൽ ചെയ്യാൻ, ആ സീക്രറ്റ് സ്പിൽ ചെയ്യുക, അത് പറയുക. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് നോക്കി പോവുക. എന്താണ്? ഹി സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. ഓക്കെ, സർപ്രൈസ് പാർട്ടിയെ പറ്റിയിട്ട് നേരത്തെ പുള്ളിക്കാരൻ വേറെ ആൾക്കാരോട് റിവീൽ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹി സ്പിൽ ദ ബീൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇഡിയം മീൻസ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. എന്താണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ? ഇറ്റ് മീൻസ് ടു സ്റ്റഡി ഓർ വർക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, രാത്രി ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, മിഡ് നൈറ്റിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഓക്കെ, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത് ടു സ്റ്റഡി ഓർ വർക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, ലേറ്റ് അറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നതാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ദി ഐസ് ആണ്. ഓക്കെ, ബ്രേക്ക് ദ ഐസും ഒരുപാട് ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബ്രേക്ക് ദ ഐസ് മീൻസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അല്ലെങ്കിൽ അവിടെ ഒരു ഐസായിട്ട് ഒന്നുമില്ലായിരുന്നൊരിത് എന്താ ബ്രേക്ക് ചെയ്യുക, ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്തിട്ടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് എന്താ ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത്. ഹി ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദി ഐസ്. ഓക്കെ, ഒരു സൈലൻസ്, ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഹി ടോൾഡ് എ ജോക്ക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a storm in a teacup. What's the meaning of a storm in a teacup എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? മേക്കിംഗ് എ ബിഗ് ഇഷ്യൂ ഔട്ട് ഓഫ് എ സ്മോൾ പ്രോബ്ലം. ഓക്കെ, ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്, പക്ഷെ അതിൽ നമ്മൾ എന്താ വലിയൊരു ഇഷ്യൂ അതിൽ നിന്ന് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോം ഇൻ എ ടീക്കപ്പ്. ഒരു ടീക്കപ്പ് പോലെ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്, പക്ഷെ നമ്മളതിൽ അതിനെ കുളം തോണ്ടി ഒരു വലിയൊരു പ്രശ്നമാക്കുവാണ്. അതിനെയാണ് സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് പറയുന്നത്. ദ ആർഗ്യുമെന്റ് വാസ് ജസ്റ്റ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. ഓക്കെ, അത് ആക്ച്വലി ഒരു ഓവർ റേറ്റഡ് ആർഗ്യുമെന്റ് ആയിരുന്നു. അതൊരു ജസ്റ്റ് ഒരു സ്റ്റോം ഇൻ എ ടീ കപ്പ് ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിയം ഓഫ് ദി വേർഡ് ഡിപ്പാർച്ചർ. ഇത് എക്സാമിന് ചോദിച്ചതാണ്. സിനോണിയം ഓഫ് ദി വേർഡ് ഡിപ്പാർച്ചർ. ഡിപ്പാർച്ചറിന്റെ സിനോണിയം എന്താണ്? സിനോണിയം മീൻസ് സെയിം മീനിങ് ആണ്. ഇപ്പോൾ ഡിപ്പാർച്ചറിന്റെ സിനോണിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം അതിന്റെ മീനിങ് നമുക്കറിയാം. എന്താണ്? ലീവിങ് എ പ്ലേസ്. ഓർ ദ ആക്ട് ഓഫ് ലീവിങ് എ പ്ലേസ് ആണ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിപ്പാർച്ചർ, അറൈവൽ, നമ്മളിത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഡിപ്പാർച്ചർ മീൻസ് ദ ആക്ട് ഓഫ് ലിവിങ് എ പ്ലേസ് ഓർ ഗോയിങ് അവേ ആണ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. സിനോണിയംസ് നോക്കാം. നമുക്ക് മോസ്റ്റ് കോമൺലി SSCയിൽ ആൻസർ ആയിട്ട് വരുന്നത് എക്സിറ്റ് ആണ് കേട്ടോ. ഡിപ്പാർച്ചറിന്റെ സിനോണിയം ആയിട്ട് നമുക്ക് മോസ്റ്റ് കോമൺലി വരുന്നത് എക്സിറ്റ് ആണ്. ആൻഡ് ഓൾസോ അത് ലീവ് ടേക്കിംഗ് ആൻഡ് ഡീവിയൻസ് എന്ന വേർഡും യൂസ് ചെയ്യാം കേട്ടോ. അത് ആ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ, അത് ചില സമയത്ത് നമുക്ക് ഡീവിയൻസ് എന്താ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിപ്പാർച്ചറിനെ നമ്മൾ ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡീവിയൻസ് എന്ന രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിനോണിയംസ് നോക്കാം. മീനിങ് മീൻസ് സീസ് മീൻസ് ടു സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സീസ് എന്ന് പറയുന്നത്. ആൻഡ് സീസിന്റെ സിനോണിയം ആയിട്ട് വരുന്നൊരു വേർഡാണ് എന്ത്? ടെർമിനേറ്റ്. ടെർമിനേറ്റ്, സീസിന്റെ ടെർമിനേറ്റ് ചെയ്യുക അത് തന്നെയാണ്. ഒരു കാര്യം ടെർമിനേറ്റ് ചെയ്യുക അല്ലേ, ഒന്ന് എൻഡ് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക, ഇതെല്ലാം സെയിം മീനിങ് വേർഡ്സ് ആണ്, സീസിന്റെ മീനിങ് വേർഡ്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്താണ്? ഇത് മീനിങ് ആയിട്ട് പോലും ചോദിക്കാറുണ്ട്. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി. ഓക്കെ, ഹോസ്റ്റൈൽ നമുക്ക് പെട്ടെന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ ഹോസ്റ്റൈൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, ബട്ട് ഹോസ്റ്റൈൽ മീൻസ് അൺഫ്രണ്ട്ലി. ഓക്കെ, ഹോസ്റ്റൈൽ മീൻസ് അൺഫ്രണ്ട്ലി ഓർ ഷോയിങ് ആങ്കർ. ഓക്കെ, അൺഫ്രണ്ട്ലി ആണ് ഹോസ്റ്റൈലിൻ്റെ മീനിങ്. അതിൻ്റെ സിനോണിയം ആയിട്ട് വരുന്ന വേർഡ് എന്താണ്? അഗ്രസീവ്. അഗ്രസീവ്, അതെ, അഗ്രസീവ്, അൺഫ്രണ്ട്ലി, ഹോസ്റ്റൈൽ, ഇതെല്ലാം ഒരു സെയിം മീനിങ്സ് വരുന്ന വേർഡ്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിയം ഓഫ് ദ വേർഡ് ജയന്റ് ആണ്. ഓക്കെ, ജയന്റ് നമുക്ക് ഈ സിനോണിയം ഓഫ് ദ വേർഡ് ജയന്റ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴത്തെ MTS എക്സാമിന്. ആൻഡ് ജയന്റ് എന്താണ് നമുക്കറിയാം. ജയന്റ് മീൻസ് ഹ്യൂജ് ഓർ ബിഗ്, അല്ലെങ്കിൽ വെരി ലാർജ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ജയന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ കുറച്ച് സിനോണിയംസ് ആണ് ഹ്യൂജ്, എനോർമസ് ആൻഡ് കൊളോസൽ. ഓക്കെ, കൊളോസൽ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. കൊളോസൽ മീൻസ് എന്താണ്? എക്സ്ട്രീംലി ബിഗ് ഓർ മാസീവ് ആണ്. ഓക്കെ, കൊളോസൽ ഓൾസോ മീൻസ് എക്സ്ട്രീംലി ബിഗ് ഓർ മാസീവ് ആണ്. ആൻഡ് മാസീവ്. ദെൻ ടൈറ്റാനിക്. ഓക്കെ, ടൈറ്റാനിക് വെരി പവർഫുൾ ഓർ ഹ്യൂജ്. ഹ്യൂജ് നമുക്കറിയാം. ടൈറ്റാനിക് എന്താണ്?
വെരി പവർഫുൾ ഓർ ഹ്യൂജ്. അതുപോലെ തന്നെ കൊളോസലും എക്സ്ട്രീംലി ബിഗ് ആണ്. ഓക്കെ, കൊളോസൽ, ടൈറ്റാനിക്, ഇങ്ങനത്തെ വേർഡ്സ് കുറച്ച് കൊളോസലൊക്കെ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ദെൻ മൈറ്റി. മൈറ്റി മീൻസ് വാട്ട്? വെരി സ്ട്രോങ് ഓർ പവർഫുൾ. മൈറ്റി മീൻസ് വെരി സ്ട്രോങ് ഓർ പവർഫുൾ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് GS-ലും ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷിലും നമുക്ക് ചോദിക്കാറുണ്ട്. എന്താണ്? സോ ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് എന്താണ്? ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ആസ് ഓർണിത്തോളജി. ഓക്കെ, ഓർണിത്തോളജി ആണ് സ്റ്റഡി ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്താണ്? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഇസ് എൻറ്റോമോളജി. എൻറ്റോമോളജി ഏതാണ് വരുന്നത്? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. ദെൻ ദ സ്റ്റഡി ഓഫ് എർത്ത്, ഇറ്റ്സ് കോൾഡ് ജിയോളജി. നമുക്കറിയാം ജിയോളജി ആണ് എന്ത്? സ്റ്റഡി ഓഫ് എർത്ത്. എർത്തിൻ്റെ സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? എർത്തിൻ്റെ സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? ജിയോളജി. ഡിസീസസ് എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ഇസ് പാത്തോളജി. പാത്തോളജിയാണ് എന്ത്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡിസീസും അതിൻ്റെ കോസും ഒക്കെ പഠിക്കുന്നതാണ് എന്ത്? പാത്തോളജി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അനോണിയം ഓഫ് ദി വേർഡ് കോൺസെൻട്രേറ്റ്. കോൺസെൻട്രേറ്റ് എന്ന വേർഡിൻ്റെ ആൻറ്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസ് ചെയ്യുക, ഒരു അറ്റൻഷൻ കൊടുക്കുക, എന്തെങ്കിലും ഒരു കാര്യം എഫേർട്ട് ഇട്ട് അറ്റൻഷൻ കൊടുക്കുന്നതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏത് വേർഡാണ്? ഇറ്റ്സ് ഡിസ്ട്രാക്ട്. ഓക്കെ, കോൺസെൻട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഇറ്റ്സ് ഡിസ്ട്രാക്ട്. ഓക്കെ, ദെൻ സ്കാറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനോണിയമായിട്ട് വരുന്ന വേർഡ് ഏതാണ്? ഡിസ്ട്രാക്ട്. അതുപോലെ തന്നെ സ്കാറ്റർ, ഡിസ്പേഴ്സ്, ഏതൊക്കെ വേർഡ്സ് ആണ്? ഈ സ്കാറ്റർ, ഡിസ്പേഴ്സ്, ഇഗ്നോർ, ഇതെല്ലാം നമുക്ക് കോൺസെൻട്രേറ്റിൻ്റെ അനോണിയമായിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡിസ്ട്രാക്ട്, സ്കാറ്റർ, ഡിസ്പേഴ്സ്, ഇഗ്നോർ. ഓക്കെ, ഞാനപ്പോൾ ഇനിയും എൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് തുടരുന്നതായിരിക്കും MTS എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണ്, ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്